യെസ്, അപ്പം കൈറോയിലെ ചർച്ചയിലേക്ക് എത്രത്തോളം ആശങ്ക, അതായത് സ്വാഭാവികമായിട്ടും ഈ വെടിനിർത്തൽ ഇപ്പോഴും തുടരുമ്പോഴും ഈ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലുള്ള ഒരു ആശങ്ക അത് ലോകരാജ്യങ്ങൾ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്? ഒപ്പം തന്നെ ഇടക്കാല സാങ്കേതിക ഭരണസമിതി അംഗങ്ങളുടെ കാര്യത്തിൽ ഒരു വ്യക്തത അതുണ്ടായിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് വ്യക്തതയുണ്ടെങ്കിൽ മാത്രമേ ചർച്ച മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണല്ലോ മധ്യസ്ഥ രാജ്യങ്ങളുടെ നിലപാട്. ഇതിന് തീർച്ചയായിട്ടും അനൗപചാരികമായ സ്വഭാവത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ പിന്നിട്ട ദിവസങ്ങളിലൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രതികൂലമായിട്ടുള്ള അവസ്ഥകളുണ്ട്. ഒരു ഭാഗത്ത് നിരന്തരമായിട്ടുള്ള വെടിനിർത്തൽ ഇസ്രായേൽ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ചർച്ചകൾക്ക് പോലും പ്രസക്തിയില്ല എന്ന നിലപാട് ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്കുണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഈ സമാധാന പദ്ധതിയെ അതിനെ അതിശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തുർക്കിയും ഈജിപ്തും ഖത്തറും ഉൾപ്പെടുന്ന ഈ 3 മധ്യസ്ഥ രാജ്യങ്ങളും താല്പര്യപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ നേതൃത്വവുമായി നിരന്തരമായിട്ട് അവർ ആശയവിനിമയം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടാം ഘട്ട വെടിനിർത്തലിൻ്റെ ഏറ്റവും ആദ്യ പടി എന്ന നിലയ്ക്കാണ് ഒരു ഇടക്കാല ഭരണ സംവിധാനം ഗസയിൽ വരേണ്ടത്. കാരണം അധികാരം കൈമാറാൻ തങ്ങൾ ഒരുക്കമാണെന്ന് ഹമാസ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അങ്ങനെ ഗസയുടെ അധികാരം ഒരു സ്വതന്ത്ര ഫലസ്തീൻ സമിതിക്ക് നൽകണമെന്ന നിർദ്ദേശമായിരുന്നു ഹമാസ് മുന്നോട്ട് വെച്ചിരുന്നത്. നേരത്തെ ടോണി ബ്ലെയർ ഉൾപ്പെടെയുള്ളവരെ ഇത്തരമൊരു സമിതിയുടെ തലപ്പത്ത് കൊണ്ടുവരാൻ അമേരിക്ക നീക്കം നടത്തിയിരുന്നു. പക്ഷെ അതിനെ വലിയ എതിർപ്പ് അറിയിച്ചിരുന്നു. ആ എതിർപ്പിൽ ഇല്ലെങ്കിൽ ആ നിലപാടിൽ ഹമാസിന്റെ ഭാഗത്തു നിന്നും മാറ്റങ്ങളുണ്ടോ? ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ളൊരു മാറ്റവും വന്നിട്ടില്ല. പക്ഷേ ഈ 15 പേര് ഉൾപ്പെടുന്ന ടെക്നോക്രാറ്റുകൾ ഉൾപ്പെടുന്ന ഒരു സമിതി ആയിരിക്കും ഇടക്കാല ഭരണസമിതിയുടെ ഭാഗമായിട്ട് നിലവിൽ വരിക എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പക്ഷേ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം മധ്യസ്ഥ രാജ്യങ്ങൾ ഇനിയും നൽകിയിട്ടില്ല. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ ആഴ്ച കെയ്റോയിൽ യോഗം വിളിച്ചിരിക്കുന്നത്. ഹമാസ് മാത്രമല്ല, മറ്റ് ഫലസ്തീൻ വിഭാഗങ്ങളും, ഇസ്ലാമിക് ജിഹാദുണ്ട്, അതോടൊപ്പം തന്നെ ഫലസ്തീൻ അതോറിറ്റി ഉണ്ട്, മറ്റ് PLO ഉൾപ്പെടെയുള്ള മറ്റ് പ്രസ്ഥാനങ്ങളെയും ഒക്കെ ചർച്ചയിലേക്ക് വിളിച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാം സ്വീകാര്യമായിരിക്കുന്ന ഒരു സമിതിക്ക് രൂപം നൽകാൻ തയ്യാറാവുക. അത് ഒടുവിൽ ഇസ്രായേലും അമേരിക്കയും ആ സമിതിക്ക് അംഗീകാരം നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാം ഘട്ട ചർച്ചകളിലേക്ക് കടക്കാൻ അതൊരു നിമിത്തമാകും. തുടർന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അന്തർദേശീയ സേനയുടെ വിന്യാസം, അതോടൊപ്പം തന്നെ ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഘട്ടങ്ങൾ കൂടി ബാക്കി നിൽക്കുകയാണ്. എന്തായാലും ഈ കെയ്റോ യോഗത്തോടുകൂടി ഈ കാര്യങ്ങളിൽ കുറെ കൂടി വ്യക്തത വരുമെന്നൊരു പ്രതീക്ഷയാണ് മധ്യസ്ഥ രാജ്യങ്ങൾ ഏറ്റവും അവസാനമായിട്ട് പങ്കുവെക്കുന്നത്. ധന്യ. ശരി, MC, താങ്ക് യു.